ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വളരെ സന്തോഷമുള്ളൊരു വാർത്തയായിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ 142 സെൻറ്റിമീറ്റർ നീളവും 57 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ലാർജസ്റ്റ് പെയിൻറ്റിംഗ് മെയ്ഡ് വിത്ത് ഹെന്നക്കോൺ, അതായത് മൈലാഞ്ചി കൊണ്ട് വരച്ച ഏറ്റവും വലിയ പെയിൻറ്റിംഗ് എന്ന കാറ്റഗറിയിൽ നാഷണൽ റെക്കോർഡ് ഹോൾഡറായിട്ട് നേട്ടം കൈവരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങളോട് പറയാൻ എനിക്ക് എന്തൊക്കെ അതിൽ നിന്ന് കിട്ടി, ഞാനെങ്ങനെ അപ്ലൈ ചെയ്തു, ഞാൻ എന്താ വരച്ചത്, അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങളോട് പറയാനാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എനിക്ക് ആദ്യമേ എങ്ങനെ കിട്ടി എന്നുള്ളതിനെക്കാട്ടി എനിക്ക് എന്ത് പ്രൈസാണ് കിട്ടിയതെന്ന് ഞാൻ ആദ്യമേ നിങ്ങൾക്ക് കാണിച്ചു തരാം, എന്നിട്ട് എങ്ങനെ കിട്ടിയെന്നുള്ളതിലോട്ട് പോകാം. അപ്പോൾ എനിക്ക് ആദ്യമേ ഇങ്ങനൊരു ബോക്സ് ആയിട്ടാണ് കിട്ടിയത്. ഈ ബോക്സ് തുറക്കുമ്പോൾ അതിനകത്ത് സർട്ടിഫിക്കറ്റും മറ്റു പല സാധനങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ മെയിനായിട്ട് മെഡലായിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന് എഴുതിയ ഒരു ഗോൾഡ് മെഡലാണ് ഇതിനുള്ളിലുള്ളത്. ഈ മെഡൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാര്യം സാധാരണ എനിക്ക് കിട്ടിയിട്ടുള്ള മെഡലിനൊന്നും അത്രയ്ക്ക് ഭാരമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റുള്ള മെഡലാണ്. ഇതെന്തുണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് എനിക്കറിയില്ല, പക്ഷെ നല്ല വെയിറ്റുള്ള മെഡലാണ്. പിന്നീട് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ ഒരു സർട്ടിഫിക്കറ്റാണ്. ഈ സർട്ടിഫിക്കറ്റിൽ അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും എൻ്റെ ഡീറ്റെയിൽസും എഴുതിയിട്ടുണ്ട്. അപ്പോൾ തന്നപ്പം ഇത് ലാമിനേറ്റഡ് അല്ലായിരുന്നു. അപ്പം ഞാനിത് ലാമിനേറ്റ് ചെയ്ത് സൂക്ഷിച്ച് വെച്ചേക്കുവാണ്. പിന്നെ ഇത് കൂടാതെ കുറേ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളും കിട്ടി. ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേതൊക്കെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് കിട്ടിയത് ഈ ഒരു പെന്നാണ്. ഇതിനകത്ത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നൊക്കെ എഴുതിയിട്ടുള്ള നല്ല ഡെക്കറേറ്റ് ചെയ്തൊരു പെന്നാണ്. പിന്നെ കിട്ടിയതെന്ന് പറഞ്ഞാൽ ഈ ഒരു ID കാർഡാണ്. എൻ്റെ ഫോട്ടോയും പിന്നെ എൻ്റെ റെക്കോർഡും ഉള്ളൊരു ID കാർഡ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. കാർ സ്റ്റിക്കറാണ്. കാര്യം എൻ്റെ കാറിലും ബാക്കി വണ്ടിയിലും ഒക്കെ ഇക്കാടേൻ്റെ അടിയുടെയും വക ഒരുപാട് ഡോക്ടർ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ വകയൊരു സംഭാവനയും കൂടി ആയിട്ടുണ്ട്. പിന്നെ ഈ കുഞ്ഞൊരു ബാഡ്ജും കൂടി എനിക്ക് ഇന്ത്യ ബുക്കിൻ്റെ വകയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ കാണുന്ന ബുക്കാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് 2021 എഡിഷൻ. ഈ ബുക്കിനകത്ത് എന്നെപ്പോലെ റെക്കോർഡ് കിട്ടിയ ബാക്കിയുള്ളവരുടെയും ഫോട്ടോസും അവർക്ക് കിട്ടിയ അച്ചീവ്മെൻറ്റ്സും അവർ പെർഫോം ചെയ്ത കാര്യവും അതിൻ്റെ ഫോട്ടോസും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഈ ബുക്കിൽ എൻ്റെ പിക്ചർ ഇല്ല. കാര്യം എൻ്റെ പിക്ചർ അടുത്ത എഡിഷൻ, അതായത് 2022 എഡിഷനിലായിരിക്കും വരുന്നത്. അപ്പോൾ ഞാനിതെങ്ങനെ അപ്ലൈ ചെയ്തതെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളോടൊപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇത് ആക്ച്വലി എൻ്റെ വീട്ടുകാരാണെങ്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് കണ്ടായിരുന്നു. ആ പോസ്റ്റിലെന്ന് പറഞ്ഞാൽ ഒരു 1-2 വയസ്സുള്ളൊരു ചെറിയ കുട്ടി എന്തോ ഇങ്ങനെ മെമ്മറി പവറൊക്കെ ബൂസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ എന്തൊക്കെയോ കാണാതെ പറയുമോ റെക്കഗ്നൈസ് അങ്ങനെ എന്തോ ചെയ്തതിന് വേണ്ടിയിട്ട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി എന്ന് പറഞ്ഞിട്ടായിരുന്നു പോസ്റ്റ്. അപ്പോൾ അവരെന്നോട് വന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു കുട്ടിക്ക് ഇത് കിട്ടിയെന്നും പറഞ്ഞു. അപ്പോൾ ഞാനും വിചാരിച്ച് കുഞ്ഞിലെ തൊട്ടേ എനിക്ക് മൈലാഞ്ചി ഭയങ്കര ക്രേസാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ചാനലും പിന്നെ ഇതിനു വേണ്ടി മാത്രമായിട്ട് ഒരു ഇൻസ്റ്റഗ്രാം പേജും ഒക്കെ തുടങ്ങിയത്. അപ്പം കുഞ്ഞിലെ തൊട്ടുള്ള എൻ്റെ ഈ പാഷൻ ആയതുകൊണ്ട് തന്നെ അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എനിക്കും കൂടി ഇത് വെച്ച് എന്തെങ്കിലും ചെയ്താൽ എന്താ, അങ്ങനെ ഒരു ചിന്തയിൽ നിന്നാണ് ഞാനിത് അപ്ലൈ ചെയ്യാൻ പോയത്. അപ്പോൾ അപ്ലൈ ചെയ്തിട്ട് എല്ലാവരും എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്, ഇത് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടിയത്, ഇത് പെട്ടെന്ന് കിട്ടുമോ, ഇന്ന് കൊടുത്താൽ നാളെ തന്നെ കിട്ടുമോ, അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ കിട്ടുമോ, ഇത് ഭയങ്കര എളുപ്പമാണോ, എല്ലാവർക്കും കൊടുക്കുമോ, നീ എന്താ കൊടുത്തേ, അങ്ങനെ കുറേ ഇത് ക്വസ്റ്റ്യൻസ് വന്നായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുണ്ടായിരുന്നു വെച്ചാൽ ഇത് ഞാനിത് കിട്ടിയെന്ന് വന്ന് പറയുമ്പം നിങ്ങൾ ആ കിട്ടിയ ദിവസത്തെ കാര്യം മാത്രമേ അറിയുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മാസങ്ങൾക്ക് മുമ്പേ ഞാൻ ഇതിനു വേണ്ടി കുറേ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ആരും അറിഞ്ഞില്ല. ഇത് ആക്ച്വലി ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് അവരുടെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അവരുടെ ക്രൈറ്റീരിയ ലൈക്ക് ഇത്ര ഇത് നീളം വേണം, എത്ര ഇത് വേണം, പിന്നെ ഇങ്ങനത്തെ വീഡിയോ ആയിരിക്കണം, അതായിരിക്കണം, പിന്നെ അവർക്ക് റെക്കോർഡ് ചെയ്യണം, പിന്നെ അല്ലാതെ അങ്ങനെ കുറേ റൂൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ക്രൈറ്റീരിയയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ അനുസരിച്ച് ഞാൻ അവരെ ബോധ്യപ്പെടുന്ന രീതിയിൽ തന്നെ എല്ലാം ചെയ്യുകയും ചെയ്തു.
പക്ഷേ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ റിജക്റ്റായി. അതൊന്നും കൊണ്ടല്ല, അവർ പറയുന്നത് വെച്ചാൽ അവർക്കൊരു റെക്കോർഡ് അല്ലെങ്കിൽ ഒരു ഭയങ്കര ഹൈഫൈ അങ്ങനെ ഒരു ലെവലിലോട്ട് എത്തിയില്ല എന്നാണ് അവർ പറഞ്ഞ റീസൺ. ഞാനതിൽ റിജക്റ്റായി. അപ്പോൾ ആ റിജക്റ്റ് ആയപ്പോൾ അന്ന് തന്നെ തീരുമാനിച്ച് എന്തായാലും അത് കൊണ്ടേ പോരത്തോളന്ന്. അങ്ങനെ ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റിന് റെഡി ആവുമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു കുറച്ച് ദിവസം തരും, വിത്തിൻ കുറച്ച് ദിവസം, ആ ഒരു ദിവസത്തിനുള്ളിൽ ഞാനിത് നന്നായിട്ട് വേറൊരു അറ്റംപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ആപ്ലിക്കേഷൻ ഉൾപ്പെടെ എല്ലാം അവർ ക്യാൻസൽ ചെയ്യുമെന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെ ആ വാശിക്ക് അന്ന് തന്നെ തുടങ്ങി. എന്തായാലും ഭാഗ്യത്തിന് അത് കിട്ടി. അതും കുറേ വെരിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. അവർ വിചാരിക്കുന്ന ആ ഒരു ലെവലിൽ കിട്ടി എന്ന് തോന്നി കഴിഞ്ഞപ്പോഴാണ് വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് അവരെനിക്ക് മെയിൽ അയച്ചത്, ഇങ്ങനെ കിട്ടി, സെലക്റ്റഡ് ആയി എന്ന് പറഞ്ഞിട്ട്. അതും കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഈ പ്രൈസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എത്തിയത്. അപ്പോൾ അങ്ങനെയാണ് ഞാനിതിൽ അപ്ലൈ ചെയ്തത്. പിന്നെ ഞാൻ എന്താ വരച്ചതെന്ന് വെച്ചാൽ 142 സെൻറ്റിമീറ്റർ നീളവും 57 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു വലിയ ക്യാൻവാസിനകത്താണ് പടം വരച്ചത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ആ വരച്ചതിൻ്റെ മുഴുവനായിട്ടുള്ള വീഡിയോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. കാര്യം അത് ഹൈ ഡെഫിനിഷൻ വീഡിയോ മാത്രമായിട്ടല്ല, അത് ഒരുപാട് നീളമുള്ളൊരു വീഡിയോ ആണ്. ആ വീഡിയോ മാത്രം എടുക്കും കുറേ മണിക്കൂർ. അപ്പം അത് ഇടാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിൻ്റെ ചെറിയൊരു വേർഷൻ ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഇടുന്നുണ്ട്. പിന്നെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് സംഭവിച്ചത്. അപ്പോൾ ആ വീഡിയോയിലോട്ട് പോകും. എനിക്ക് ഇന്ത്യ ബുക്കിൽ നിന്ന് കിട്ടിയ ഈ അച്ചീവ്മെൻറ്റ് മലയാള മനോരമ പത്രത്തിൽ വാർത്തയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ന്യൂസ് പേപ്പർ കട്ടിങ്ങാണ് ഈ കാണുന്ന ക്ലിപ്പ്. ന്യൂസ് പേപ്പർ കൂടാതെ നാഷണൽ ചാനലുകളിലും എൻ്റെ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിനെപ്പോലെ തന്നെ മൈലാഞ്ചി ഇടാൻ ഒരുപാട് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഈ ചാനലും പിന്നെ എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പേജും മൈലാഞ്ചിക്ക് വേണ്ടി മാത്രമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അത് കൂടാതെ ട്രാവലിങ്ങിനോട് താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് ട്രാവലിങ്ങിന് വേണ്ടി വേറൊരു ഇൻസ്റ്റഗ്രാം പേജും പിന്നെ ഞാൻ പോയതിൻ്റെ ട്രാവൽ ചെയ്തതിൻ്റെയൊക്കെ സ്റ്റോറീസ് എഴുതാനായിട്ട് ട്രാവൽ ബ്ലോഗായിട്ടൊരു വെബ്സൈറ്റും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എവിടെയെങ്കിലുമൊക്കെ കൊടുത്തേക്കാം. അതൊക്കെ കയറി നോക്കാം. അപ്പോൾ ശരി.